നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കള്ളപ്രചാരണം നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ തിരുവോണയൂട്ടിൽ പങ്കെടുക്കുന്നതിനായി KSRTCയുടെ സ്പെഷ്യൽ സർവീസിന് തുടക്കമായി. അഞ്ചമ്പല ദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. GST പരിഷ്കരണം ചില മേഖലയിൽ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ചെറുകിട വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനും വ്യാപാരി പ്രതിനിധിയുമായ മനോജ് കോക്കാട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയ്ക്കായി പുതിയതായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം നവംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടികൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കള്ളപ്രചാരണം നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച മറച്ചുവെക്കാവുന്നതല്ല. വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ പൂർണ്ണമായി അടിച്ചമർത്തി ഇല്ലാതാക്കാമെന്ന അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് CPM നേതാക്കൾ സംസാരിക്കുന്നത്. വിമർശനങ്ങൾക്കെതിരെ അസഹിഷ്ണുത പുലർത്തിയുള്ള ഭീഷണിയുടെ സ്വരം ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ലെന്നും MP അടിമാലിയിൽ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ജൂലൈ മാസം 11 പുറപ്പെടുവിക്കുന്നത്. ആ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകമായ ഭാഗം സംസ്ഥാന സർക്കാർ ഈ ഭാഗം വനമാണ് എന്ന് പറയുന്നു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരാണ് തെറ്റുകാർ? സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ അനാവശ്യമായിട്ടുള്ള കൈകടത്തൽ അല്ലെങ്കിൽ ഈ ഭാഗം വനമാണ് എന്നുള്ള പ്രഖ്യാപനം, അതാണ് ഈ വിധി പ്രഖ്യാപിക്കാൻ കാരണമായിട്ടുള്ളത്. ഇതൊന്നും ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്, ഓപ്പൺ ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻ്റൊക്കെ പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വസ്തുത ഇതായിരിക്കെ ഇതിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കള്ളപ്രചരണം തിരിച്ചറിയണമെന്നുള്ളതാണ്. ഇപ്പോൾ 3 മാസം കഴിയാറായി. ഇതിനിടയിൽ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചു എന്നുള്ളതാണ്. ഈ 2 സമയത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഈ പറയപ്പെടുന്ന പ്രദേശം വനമല്ല, നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലം തെറ്റായിരുന്നു എന്ന് സർക്കാർ അഭിഭാഷകർ കോടതിയിൽ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ച ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സർക്കാരിന് വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ 2 പ്രാവശ്യമായിട്ടും അവർ നൽകിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 18-ാം തീയതി ഹൈക്കോടതി ഇപ്പോൾ ഈ പറയപ്പെടുന്ന 7-ാം തീയതി വരെ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 7-ാം തീയതിക്കകം സത്യവാങ്മൂലം തിരിച്ചു സമർപ്പിച്ചാൽ ഈ പറയപ്പെടുന്ന ഭാഗം വനമല്ല എന്നും നേരത്തെ നൽകിയ സത്യവാങ്മൂലം തെറ്റായിരുന്നു എന്നും സമ്മതിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഹൈവേയുടെ നിർമ്മാണം അവിടെ ആരംഭിക്കാൻ പറ്റും എന്നുള്ളിടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് കള്ളപ്രചരണം അവിടെ നടത്തുന്നുണ്ട്. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ തിരുവോണയൂട്ടിൽ പങ്കെടുക്കുന്നതിനായി KSRTCയുടെ സ്പെഷ്യൽ സർവീസിന് തുടക്കമായി. അഞ്ചമ്പല ദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ തിരുവോണയൂട്ടിൽ പങ്കെടുക്കുന്നതിനായി KSRTCയുടെ സ്പെഷ്യൽ സർവീസിന് തുടക്കമായി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പെരുമളിച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങൾ ദർശിച്ച് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി തിരുവോണയൂട്ടിൽ പങ്കെടുത്ത് മടങ്ങുന്ന രീതിയിലാണ് സർവീസ്. അഞ്ചമ്പല ദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. നമുക്കറിയാം, ക്ഷേത്രം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളുടെയും ഒക്കെ ഒരു ശ്രീകോവിലായാണ് നമ്മളത് ഹൈന്ദവാചാരപ്രകാരം നമ്മൾ കാണുന്നത്. തീർച്ചയായും ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു സായുജ്യം, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എപ്പോഴും അത് മനസ്സിങ്ങനെ തുടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ആ ക്ഷേത്ര ദർശനം നടത്തണമെന്ന ഒരാഗ്രഹം ഉണ്ടാവുന്നത് സ്വാഭാവികമായ ഒരു ഇതാണ്.
തിരുസന്നിധിയിൽ എത്തി ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെയൊക്കെ വന്ദിച്ച് നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് പറയാനും നമുക്ക് മനസ്സിന് ഒരു ശാന്തി നേടാനും ഒക്കെ പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിലെ ഒരു നമുക്ക് പ്രത്യേകം ഒരു അനുഭൂതി, അതാണ് ഏറ്റവും വലിയ ഒരു ദൈവികമായ മാർഗം. അത് സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിൽ അമ്പലം വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നിരവധി ഭക്തരാണ് സർവീസ് പ്രയോജനപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. GST പരിഷ്കരണം ചില മേഖലയിൽ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ചെറുകിട വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകരും വ്യാപാരി പ്രതിനിധിയുമായ മനോജ് കോക്കാട്ട് പറഞ്ഞു. 18% നിന്നും 5%ലേക്കായി ടാക്സ് കുറഞ്ഞപ്പോൾ 13% കുറവാണ് ഉണ്ടായത്. നിയമപരിഷ്കരണത്തിൽ അധികൃതർ ഏർപ്പെടുമ്പോൾ വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകളും നഷ്ടവും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നും സെപ്റ്റംബർ 22 ശേഷം വിപണിയിലിറങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാക്കുകയായിരുന്നു ചെയ്യേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. GSTയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഉപഭോക്താക്കളെ സംബന്ധിച്ച് ചില വസ്തുക്കൾക്ക് ലാഭകരമാണ് എന്നുള്ളത് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് രാജ്യത്തെ എല്ലാം ചെറുകിട വ്യാപാരികൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടം സഫർ ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. 18% എന്നുള്ളത് 5% മാറ്റപ്പെടുമ്പോൾ അവിടെ 13% കുറവ് വരികയാണ്. ഈ 13% കുറവ് വരുമ്പോൾ കേവലം 7% മാത്രം ലാഭമുള്ള ഭക്ഷ്യ സാധനങ്ങൾ അടക്കമുള്ളവ വിൽക്കുന്ന ചെറുകിട വ്യാപാരികൾ, അവരെ സംബന്ധിച്ച് ഒരു ഏകദേശം 6% രൂപ കയ്യിൽ നിന്ന് ഉള്ള സ്റ്റോക്കിന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 12% നിന്ന് 5% വരുമ്പോൾ 1,00,000 രൂപയുടെ സ്റ്റോക്കുള്ളവർ ഏകദേശം ഒരു 7,000 രൂപയോളം നഷ്ടം വരുന്ന ഒരു ഗതികേട് സംഭവിച്ചിരിക്കുകയാണ്. ഇത് കോമ്പൗണ്ടിങ് ടാക്സ് അടയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു നിയമം രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അത് സെപ്റ്റംബർ 22 ആണെങ്കിൽ അതിനുശേഷം മാനുഫാക്ചർ ചെയ്ത് വിപണിയിൽ വരുന്ന സാധനങ്ങൾക്ക് എന്നുള്ള നിലയിൽ ഒരു ഓൺവേഡ്സ് എന്നുള്ള രീതിയിലാണ് ആ പദ്ധതികളെ നടപ്പിലാക്കുവാൻ ശ്രമിക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്റ്റോക്കുകൾക്ക്, പ്രത്യേകിച്ച് ഓണം ഒക്കെ ആയി ശേഖരിച്ചു വെച്ചിരിക്കുന്നതും സെയിലിന്റെ കുറവ് കൊണ്ടും എല്ലാം സ്റ്റോക്ക് കൂടുതൽ ഇരിക്കുന്ന ഗതികേട് ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ചെറുകിട വ്യാപാര മേഖലയിലെ ആളുകളെ സംബന്ധിച്ചുണ്ട്. 14 ലക്ഷത്തോളം വരുന്ന വ്യാപാരികളിൽ 4-5 ലക്ഷത്തോളം വരുന്നവരാണ് രജിസ്ട്രേഷൻ ഉള്ളൂ. അപ്പം അവരെ സംബന്ധിച്ച് നിയമം അനുശാസിക്കുകയും അതനുസരിച്ച് ട്രേഡ് നടത്തുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ നിയമം അനുശാസിക്കുന്ന ആളുകൾക്കാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത് നടപ്പിലാക്കുന്ന ഭരണാധികാരികളും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അവര് മനസ്സിലാക്കാതെ പോയി എന്നുള്ള വളരെ വേദനാകരമായിട്ടുള്ള ഒരു വലിയ ഒരു പ്രശ്നത്തെ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തോപ്രാംകുടിയിൽ സ്വീകരണം നൽകി. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഫീസ് വർധനവിനെതിരെ ഈ മാസം 8-ന് ഇടുക്കി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്നും കളക്ടറേറ്റിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 വർഷം കഴിഞ്ഞ ടാക്സി വാഹനങ്ങളുടെയും 20 വർഷം കഴിഞ്ഞ പ്രൈവറ്റ് വാഹനങ്ങളുടെയും റീടെസ്റ്റ് ഫീസ് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 13 കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധ മാർച്ചും ധർണയും ഈ മാസം 8-ന് നടത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. അടിമാലി, തൊടുപുഴ മേഖലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് കട്ടപ്പന മേഖലയിലെ പര്യടനം ആരംഭിച്ചത്. AAWK സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ ക്യാപ്റ്റനായ ജാഥയ്ക്ക് തോപ്രാംകുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഫിറ്റ്നസ് എടുക്കണമെങ്കിലോ അതിന് 20 കൊല്ലം കഴിയുമ്പോഴോ ആ വാഹനങ്ങൾ ഫിറ്റ്നസ് എടുക്കണമെങ്കിൽ ഭയങ്കരമായ തുക ഈടാക്കിയാൽ ആ വണ്ടിക്ക് ഉപേക്ഷിക്കപ്പെട്ടോളും എന്ന് കരുതിക്കൊണ്ടാണ് ഓട്ടോറിക്ഷയ്ക്കും 2 വീലറിനും 4 വീലറിനും ബസ്സിനും കാറിനും ലോറിക്കും എല്ലാം തുക വലിയ തുകയാക്കി. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, ഇന്ന് 2 വീലറിന് വെറും 800 രൂപ കൊടുത്ത സ്ഥലത്ത് 2000 രൂപയാണ്. എന്റെ കൺമുമ്പിൽ ഓട്ടോറിക്ഷ ഏർപ്പെടും. ആ ഓട്ടോറിക്ഷയ്ക്ക് 800 രൂപ അടച്ചോണ്ടിരുന്ന അതിപ്പോ 5000 രൂപ വേണം.
അതേപടി ചെറിയ 4 വീൽ വാഹനങ്ങൾക്ക് 800 രൂപയായിരുന്നു, അതിന് 10,000 രൂപ വേണം. ഇതെന്തിനേറെ ഒരു ആൾട്ടോ കാറ്, എന്റെ കൺമുമ്പിൽ കിടക്കുന്ന ആൾട്ടോ കാറ്, അത് 15 കൊല്ലം കഴിഞ്ഞാൽ അത് ഫിറ്റ്നസ് എടുക്കണമെങ്കിൽ ഫിറ്റ്നസ് എടുത്ത് ടാക്സ് അടച്ച് മറ്റേ ഇൻഷുറൻസ് എടുത്ത് അതേപടി പൊല്യൂഷനൊക്കെ എടുത്ത് റെഡിയാക്കി ആർടി ഓഫീസിലും ചില്ലറകളൊക്കെ കൊടുത്ത് റെഡിയാക്കിയാൽ പുറത്ത് വരുമെങ്കിൽ 17,000 രൂപയ്ക്ക് പുറത്ത് 20 രൂപ വരെ 17 to 20 രൂപ വരെയുള്ള അവസ്ഥയാണ്. യൂണിറ്റ് ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, സെക്രട്ടറി നിസാർ കാസിം, ട്രഷറർ സുമേഷ് എസ് പിള്ള, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, കമ്മിറ്റി അംഗം ശ്രീകുമാർ എൻ തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പി എൻ, സെക്രട്ടറി അനിൽകുമാർ, ട്രഷറർ വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ജില്ലയ്ക്കായി പുതിയതായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം നവംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അറിയിച്ചു. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് താൽക്കാലികമായി ആരംഭിക്കുന്നത്. 1 മുതൽ 5 വരെ ക്ലാസുകളിലേക്കാണ് ആദ്യഘട്ട പ്രവേശനം നടത്തുക. ഇപ്പോൾ നമ്മൾ ബോയ്സ് ഹൈ സ്കൂളിൽ പുതിയൊരു ബിൽഡിംഗ് MB ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ ടെമ്പററി ക്ലാസ് തുടങ്ങുന്നത്. 3-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയാണ്, 1 മുതൽ 5 വരെയാണ് തുടങ്ങുന്നത്. അപ്പം ഇപ്പം നിലവിൽ സെപ്റ്റംബർ 30-നാണ് ഉത്തരവ് വന്നത്. ഈ മാസം ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ അഡ്മിഷൻ നടക്കും. നവംബർ 1 ക്ലാസ് വരും. കരിമണ്ണൂർ നവജ്യോതി കലാസാംസ്കാരിക വേദിയുടെ 25-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടത്തി. നവജ്യോതി കലാസാംസ്കാരിക വേദി ഓഫീസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ചു. നവജ്യോതി കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 2001 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ച നവജ്യോതി കലാസാംസ്കാരിക വേദി അതിന്റെ 25-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കരിമണ്ണൂരിന്റെയും പരിസര പ്രദേശങ്ങളിലെയും കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ കലാസാംസ്കാരിക വേദി പ്രവർത്തനം നടത്തിവരുന്നു. കരിമണ്ണൂർ നവജ്യോതി കലാസാംസ്കാരിക വേദി ഓഫീസിൽ സംഘടിപ്പിച്ച ജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന പ്രവർത്തിക്കുക, നമുക്കറിയാം ഓരോ സംഘടനകളും തുടങ്ങി വെച്ചതല്ലാതെ പൂർത്തീകരിക്കാൻ പല സംഘടനകൾക്കും നമുക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. അതിലെല്ലാം മറികടന്നിട്ട് ഇന്ന് നവജ്യോതി കലാസാംസ്കാരിക വേദി നിരവധിയായ കാര്യങ്ങൾ നമ്മുടെ കരിമണ്ണൂരിൻ്റെ ഒരു സാംസ്കാരിക രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഇന്നലെ ഒക്ടോബർ 1 ലോക വയോജന ദിനമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പെൻഷൻകാരുടെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ലോക വയോജന ദിനത്തിൻ്റെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. അതിൽ നിരവധിയായ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സന്ദേശം നൽകുവാൻ വേണ്ടിയുള്ള ക്ലാസ് എടുക്കാൻ അവരുടെ സാമൂഹികവും ശാരീരികവും മാനസികവുമായ ഒരു ഉല്ലാസത്തിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഇങ്ങനെയുള്ളൊരു സംഘടനകൾ നമുക്ക് നമ്മുടെ വാർഡുകളിലൊക്കെ അസോസിയേഷൻ രൂപീകരിക്കാറുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അത് എല്ലാം ഒരു ഇതിൻ്റെയൊക്കെ ഒരു യോഗത്തിൽ നവജ്യോതി കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നവജ്യോതി കലാസാംസ്കാരിക വേദി മുൻ പ്രസിഡന്റ് NA ജെയിംസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജീസ് ആയത്തുപാടം ആശംസകൾ നേർന്നു. നവജ്യോതി കലാസാംസ്കാരിക വേദി ആദ്യകാല പ്രസിഡന്റ് MJ ജോസ് ക്ലാസ് നയിച്ചു. സെക്രട്ടറി മാത്യൂസ് തോമസ് സ്വാഗതം ആശംസിച്ചു. ട്രഷറർ ശൈലേഷ് N കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ദേശീയപാത 85-ന്റെ കാര്യത്തിൽ MP തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് ആരോപിച്ചും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും മന്ത്രിക്കെതിരെ പ്രക്ഷോഭ സമരങ്ങൾക്ക് MP നേതൃത്വം നൽകുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടികൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 85-ന്റെ വിഷയത്തിൽ പരിവേഷ് പോർട്ടലിൽ രേഖകൾ നൽകാൻ മുൻകൈയെടുത്തുകൊണ്ട് പദ്ധതി അട്ടിമറിക്കാൻ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ശ്രമിക്കുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായും സമര പ്രക്ഷോഭങ്ങൾക്കായി യുവജന സംഘടനകളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഇളക്കിവിടുന്നുവെന്നും ആരോപിച്ചാണ് MP ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണിയിലെ ഓഫീസ് പടിക്കിലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നിർമ്മാണം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ വനം വകുപ്പ് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ വനം മന്ത്രി, മുഖ്യമന്ത്രി
ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ചർച്ച ചെയ്ത് ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രളയ ദുരിതത്തിൻ്റെ ഭാഗമായി ആലുവ മൂന്നാർ റോഡ് തകരുന്ന കാര്യത്തിൽ ആ പ്രളയത്തിന് ശേഷം അന്ന് തുറന്നു കൊടുത്തിട്ടുള്ള ഈ റോഡ് രാജപാതയെ അംഗീകരിച്ചിട്ടുള്ള റോഡ് വനം വകുപ്പിൻ്റെ പരിധി വരില്ല എന്ന് പറഞ്ഞ് കൃത്യമായ നിലപാട് സ്വീകരിച്ചതാണ്. ആ റോഡ് പണി നടക്കുന്ന സന്ദർഭത്തിലാണ് അനാവശ്യമായി NH ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് വനം വകുപ്പ് കേന്ദ്ര പോർട്ടിൽ പരിവേഷയിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഡീൻ കുര്യാക്കോസ് തീരുമാനമെടുത്തു. അതിനെ പഴുത് ഒഴിവുപ്പെടുത്തിക്കൊണ്ടാണ് BJPയുടെ നേതാവ് കോടതിയെ സമീപിച്ച് കേസിലേക്ക് പോയി. സംസ്ഥാന ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തെ കൃത്യമായി ചർച്ച ചെയ്ത് വീണ്ടും മുൻ ഗവൺമെൻറ് തീരുമാനം നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് ഗവൺമെൻറ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഈ വിഷയവുമായി യാതൊരുവിധമായ ബന്ധമില്ലാത്ത റോഷി അഗസ്റ്റിനെ വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പരിശ്രമമാണ് ഇന്ന് ഡി കുര്യാക്കോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റോഷി അഗസ്റ്റിൻ്റെ ആഫീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്തി. അതിന് ചുട്ട മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഡി കുര്യാക്കോസിൻ്റെ ആഫീസിന് മുമ്പിലേക്ക് യുവജനങ്ങൾ സമരം നടത്തുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റോഷി അഗസ്റ്റിനെ ഇവിടെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. ആ പൂതിയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരുന്നാൽ മതി. കാരണം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വനം വകുപ്പ് മന്ത്രാലയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇടപെടേണ്ടത് MP ആണ്. ആ MP ഇടപെടാത്ത പ്രശ്നമാക്കിയതിനു ശേഷം ആവശ്യമില്ലാത്ത രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ റോഷി അഗസ്റ്റിൻ്റെ ആഫീസിനകത്തേക്ക് വ്യക്തിഹത്യ നടത്തി കോൺഗ്രസ് നടത്തിയ സമരം, ഈ സമരമുഖങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. അതിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് ഇന്ന് സംയുക്ത യുവജന സംഘടനകൾ സമരം പ്രഖ്യാപിച്ചത്. AIYF ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോയ്സ് അധ്യക്ഷത വഹിച്ചു. യുവജന സംഘടനാ നേതാക്കളായ ജോമോൻ, രമേശ് കൃഷ്ണൻ, ആൽബിൻ ആന്റണി, സുധീഷ്, ആനന്ദ് വിളയിൽ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ഗാന്ധി ജയന്തി സേവന ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി എന്നറിയപ്പെടുന്ന തോമസ് കുഴിഞ്ഞാലിൽ ഗാന്ധിജിയുടെ വേഷത്തിലെത്തി കുട്ടികൾക്ക് ഗാന്ധി ദർശനങ്ങൾ പങ്കുവച്ചു. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂൾ SPC സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി സേവന ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ ഗാന്ധി എന്നറിയപ്പെടുന്ന തോമസ് കുഴിഞ്ഞാലിൽ ഗാന്ധിജിയുടെ വേഷത്തിലെത്തി കുട്ടികൾക്ക് ഗാന്ധി ദർശനങ്ങൾ പങ്കുവച്ചു. സഹജീവികളെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി കാണുന്ന ഓരോ ജീവിയിലും തന്റെ ആത്മാവിനെ സന്നിവേശിപ്പിച്ച് അവയ്ക്ക് ജീവശ്വാസം നൽകുന്നത് ഈശ്വരനാകയാൽ ഏതെങ്കിലും ഒരു ജീവിയെ നാം ആദരിക്കുമ്പോൾ അത് ഈശ്വര ആരാധനയായി മാറും. ഏതെങ്കിലും ഒരു ജീവിയെയോ പ്രകൃതിയിലെ കണികയെയോ നിഷേധിക്കുമ്പോൾ അത് ഈശ്വര നിഷേധവും കൊടിയ പാപവും പൊറുക്കാനാവാത്ത തിന്മയും ഹിംസയുമായി മാറും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും തദനുസാരം പ്രവർത്തിക്കാനും കഴിഞ്ഞാലേ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും. എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടുക? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതിന് ആത്മവിശുദ്ധീകരണം പ്രാപിക്കണം. ആത്മവിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. സർവശക്തനായ പരമ്പരന് വേണ്ടിയുള്ള ദശകങ്ങളോട് തിരച്ചിലിനെയും ഒടുവിലവനെ കണ്ടെത്തിയതിൻ്റെയും ആത്മകഥാകഥനമായ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വർഷങ്ങൾ നീണ്ട തപസ്യയിലൂടെയാണ് ഞാൻ നിങ്ങൾക്കായി കോറിയിട്ടത്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന വിധം അദ്ദേഹം കുട്ടികളെ പരിചയപ്പെടുത്തി. തുടർന്ന് ക്വിസ് മത്സരം നടത്തി. ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് സന്ദേശം നൽകി. സ്കൗട്ട് മാസ്റ്റർ ജോമോൻ ജോർജ്, ACPO ഷിജി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മധ്യവയസ്കൻ മരിച്ചു. കൂവപ്പള്ളി കിഴക്കേപ്പറമ്പിൽ സൈജു ആണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7-ന് കാഞ്ഞാറിൽ വെച്ചാണ് അപകടം നടന്നത്. ഉടൻ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭൗതിക ശരീരം കാഞ്ഞാർ പഞ്ചായത്ത് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി റോഷി അഗസ്റ്റിനെത്തി റീത്തി സമർപ്പിച്ചു. തുടർന്ന് സംസ്കാരം നടത്തി. ഭാര്യ ആശ, മക്കൾ അപർണ, അഭിനവ്.
തോപ്രാംകുടി കൊല്ലംപറമ്പിൽ കളരി സംഘത്തിന്റെയും കളരി മർമ്മ ചികിത്സാലയത്തിന്റെയും വാർഷികവും ഗുരുദക്ഷിണയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KD മണിയൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 8 വർഷമായി തോപ്രാംകുടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലംപറമ്പിൽ കളരി സംഘത്തിന്റെ വാർഷികമാണ് നടത്തിയത്. വാർഷികത്തോട് അനുബന്ധിച്ച് ഗുരുദക്ഷിണയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. തോപ്രാംകുടി മാതിരപ്പള്ളി റോഡ് കളരിത്തറയിൽ സംഘടിപ്പിച്ച പരിപാടി മുരിക്കാശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ KD മണിയൻ ഉദ്ഘാടനം ചെയ്തു. കളരി പഠിക്കാൻ വരുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കേവലം അഭ്യാസം നേടി ഒരാളെ പരാജയപ്പെടുത്തുന്ന ഒന്നല്ല കളരി എന്ന വസ്തുതയോട് നാം തിരിച്ചറിയണം. ഒരു മനുഷ്യനിൽ അവൻ എല്ലാ തരത്തിലെ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് കളരി സംഘം നടക്കുന്നത് തന്നെ മണ്ണിലാണ്. മണ്ണിൽ തറയെടുത്ത് ദൈവത്തിൽ വിശ്വസിച്ച് അവൻ ആചാരങ്ങളൊക്കെ അർപ്പിച്ച് അവൻ മനസ്സിനെ അർപ്പിച്ചുകൊണ്ടാണ് കളരി അഭ്യാസം ആരംഭിക്കുന്നത്. അവിടെ തന്നെ നല്ല സൂര്യ നമസ്കാരം തുടങ്ങി ഒട്ടേറെ എക്സസൈസുകൾ ചെയ്തതിന് അവന്റെ ശരീരത്തിന് നല്ല ആരോഗ്യത്തെ നൽകുകയാണ്. ആ ശരീരത്തിന് ആരോഗ്യത്തെ നൽകുന്ന നല്ല എക്സസൈസുകൾ ചെയ്ത് അവൻ ചിട്ടയായ പരിശീലനം കൃത്യത്തിന് വലിയ ക്ഷമയുള്ളവരായി മാറും. കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന MBBS വിദ്യാർത്ഥിനി നിരുപമ രമേശിനെയും LLB വിദ്യാർത്ഥിനി അപ്സര സുനിലിനെയും ചടങ്ങിൽ ആദരിച്ചു. കളരി അഭ്യാസ പ്രദർശനവും വാർഷികത്തോടനുബന്ധിച്ച് നടത്തി. അഡ്വക്കേറ്റ് KB സെൽവം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. CPO നവാസ് NS, മോഹനൻ ഗുരുക്കൾ, കളരി സംഘം പ്രസിഡന്റ് ബെന്നി PJ, കളരി ആശാൻ KS ഷൈജി, ഷിനു കാരമുള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ചടങ്ങ് നമ്മളിവിടെ അടിച്ചു നിർത്ത് തിരിച്ച് കൈ ഇവിടെ ഇടത് തൂക്കിട്ട് പറ്റി വല നേരെ മലർത്തി അമർന്നപ്പോഴും വളരെ ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ സംസ്ഥാന വാർഷികവും പൊതുസമ്മേളനവും പാലക്കാട് ജില്ലാ സംഗമവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒക്ടോബർ 20 സംഘടിപ്പിക്കുമെന്ന് SASK സംസ്ഥാന പ്രസിഡന്റ് അനസ് ഇടുക്കി അറിയിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ വിളയോടി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും. കൂട്ടായ്മയുടെ ലീഗൽ അഡ്വൈസർ ഖലീൽ റഹ്മാൻ, സംസ്ഥാന ഉപദേഷ്ടാവ് CP ഇസ്മയിൽ കോഴിക്കോട്, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഫീഖ് പാലക്കാട്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഫീഖ്, സെക്രട്ടറി സീസ് അലനല്ലൂർ, ട്രഷറർ അഷ്റഫ് പാലക്കാട് തുടങ്ങിയവർ സംസാരിക്കും. സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ SASK പ്രസ്ഥാനത്തിൻ്റെ 4ാമത് സംസ്ഥാന വാർഷികവും പാലക്കാട് ജില്ലാ സംഗമവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും കലാപരിപാടികളുമായി ഈ മാസം 20 തീയതി പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ബഹുമാന്യനായ സാമൂഹിക പ്രവർത്തകൻ ശ്രീ വിളയോടി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടി കൂട്ടായ്മയുടെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള ഖലീൽ സാറ് ആശംസകൾ അർപ്പിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനസ് ഇടുക്കി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിലും തുടർന്ന് നടക്കുന്ന പരിപാടിയിലേക്കും കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളി സുഹൃത്തുക്കളെയും SASKയുടെ നാമധേയത്തിൽ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.
അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വിജയദശമി ആഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തിയ വിദ്യാരംഭം, വിദ്യാസരസ്വതി മഹായജ്ഞം, സമൂഹ വാഹന പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ ചേർത്തല സുമിത്ത തന്ത്രികൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളോടെ നവരാത്രി മഹോത്സവം സംഘടിപ്പിച്ചു. പൂജവെപ്പ്, ആയുധപൂജ, വിദ്യാസരസ്വതി മഹായജ്ഞം, വിദ്യാരംഭം, സമൂഹ വാഹന പൂജ എന്നിവ ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. വിജയദശമി ദിവസം വിദ്യാരംഭം, വിദ്യാസരസ്വതി മഹായജ്ഞം, സമൂഹ വാഹന പൂജ എന്നിവയിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ ചേർത്തല സുമിത്ത തന്ത്രികൾ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പരം സർവം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ഗജാനനം ഭൂതഗണാദി സേവിതം കപടജംഭു ഫലസാരഭക്ഷണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ബ്രഹ്മലോക വാമദേവ ഋഷി അനിഷ്ടചന്ദ. ഓം ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോഹോ സഹാബ്ദേ അസ്മിൻ വർത്തമാനേന വ്യവഹാരികേ ചന്ദ്ര സൗര മാനേന പ്രഭവാദി ഷഷ്ടി. വിവിധ ചടങ്ങുകൾക്ക് ശേഷം മഹാപ്രസാദിയൂട്ടും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കള്ളപ്രചാരണം നടത്തുകയാണെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കന്നിമാസത്തിലെ തിരുവോണയൂട്ടിൽ പങ്കെടുക്കുന്നതിനായി KSRTCയുടെ സ്പെഷ്യൽ സർവീസിന് തുടക്കമായി. അഞ്ചമ്പല ദർശനത്തിന്റെ ഫ്ളാഗ് ഓഫ് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. GST പരിഷ്കരണം ചില മേഖലയിൽ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ചെറുകിട വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനും വ്യാപാരി പ്രതിനിധിയുമായ മനോജ് കോക്കാട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയ്ക്കായി പുതിയതായി അനുവദിച്ചിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം നവംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടികൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.